ആൾ മഹാതല്ലിപ്പുള്ളിയായിരുന്നു. ഒരു വർഷമാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒരുമിച്ചുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നല്ല പെത്തടിനടിച്ചായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ സ്ട്രോക്കിൽ നിന്ന് വരെ എടുത്ത് അടിക്കും പോലും അങ്ങനെ ഡിസ്മിസ്സായി. അതിനുശേഷം പിന്നെ കയറിയില്ല. പിന്നീട് ആളെ കോളേജിൽ കണ്ടിട്ടുമില്ല. പിന്നെ ഒരു 4 പേരും കൂടി കാർ ആക്സിഡൻ്റ് ആയ സമയത്ത് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. കാർ ആക്സിഡൻറ്റോ? ഒരു മേജർ കാർ ആക്സിഡൻറ്റ്. 4 പേരും നല്ല വെള്ളത്തിലായിരുന്നു. ശിവകുമാർ, സേവി പുന്നു സാറിന് അറിയും, നിങ്ങളുടെ ഫോറൻസിക്കിൽ സീനിയർ പോലീസ് സർജനായിരുന്നു. പിന്നെ അലക്സാണ്ടർ, പിന്നെ സെൽവരാജ്. അലക്സാണ്ടർ ആയിരുന്നു കാർ ഓടിച്ചിരുന്നത്. അലക്സാണ്ടർ കുറേ കാലം ഹോസ്പിറ്റലായപ്പോൾ ഇയർ ബാക്കായി. പിന്നെ കുറേ കാലം കോമയിലായിരുന്നു. സെൽവരാജ് പിന്നെ ക്യാമ്പസിൽ വന്നിട്ടേ ഇല്ല. സോ അന്ന് നടന്ന ആക്സിഡന്റ് ആണ് സാർ ഇതിന്റെ എല്ലാം ഒറിജിൻ പോയിന്റ്. അനാട്ടമി ഹാളിലെ കോട്ടനുസരിച്ച് അപ്പോഴിനി 2 കൊലകൾ കൂടി. ആൻഡ് ഫൈനലി വി ഹാവ് 2 more പോസിബിൾ വിക്ടേഴ്സ്. മാഡം, സേവി സാറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. സാറ് സേവിക്ക് ചെറിയൊരു സർജറി ഉണ്ട് കോഴിക്കോട് സൺറൈസ് ഹോസ്പിറ്റലിൽ. സർജറി എപ്പോഴാണ് മാഡം? നാളെയോ മറ്റന്നാളോ ആണ്. അത് അങ്ങേരോട് പോയി ചോദിക്കേ. സേവിയുടെ അമേരിക്കയിലുള്ള മകളെ വിവരം അറിയിച്ചിട്ടുണ്ട്. ആ കുട്ടി അവിടെ സേഫാണെന്ന് വേണം കരുതാൻ. ഈ അലക്സാണ്ടർ ഒരു അവിവാഹിതനാ, മക്കളൊന്നുമില്ല. നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. സേവി ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല സാർ. അവിടെ ആരുമില്ല സാറേ. കുറച്ചാളായിട്ട് ആരും ഇല്ലാത്ത പോലെ വീട് കിടക്കണേ. ഈ രാഘവൻ, ലോട്ടറി കച്ചവടക്കാരൻ രാഘവൻ, ഈ കേസുമായിട്ട് എന്താ ബന്ധം? അത് നമുക്കറിയില്ല സാർ. എങ്കിലും വളരെ ആകസ്മികമായിട്ട് ഈ കേസിനകത്തേക്ക് കടന്നു വന്ന ഒരാളല്ല അയാള്. കൃഷ്ണദാസിന്റെ ശബ്ദം പോയ സർജറിയും പണ്ട് നടന്ന ആക്സിഡന്റും എവറിത്തിങ് ഈസ് ഇന്റർ കണക്റ്റഡ്. അവര് മക്കളെ ടാർഗറ്റ് ചെയ്യാണ് സാർ. ആരാടാ മൊത്തക്ക് ലൈറ്റ് അടിക്കും? അയൽക്കാരനാ സാറേ, കടയും പൂട്ടി വരുന്ന വഴിയാ. അയൽക്കാരനാ സാറേ. ഇയാളോട് ചോദിക്കടോ. അലക്സാണ്ടർ ഇവിടെ ഇല്ലേടോ? അങ്ങേര് വിടില്ല സാറേ. എവിടെ പോയതാ? 10-15 ദിവസം മുന്നേ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് ദുബൈയിലേക്കാന്ന് പറഞ്ഞു പോയതാ. എപ്പോ വരുമെന്നറിയോ? ഒരു ഐഡിയ അല്ല സാറേ. സാർ, ദുബായിൽ നിന്ന് ഡോക്ടർ അലക്സാണ്ടർ വീഡിയോ കോളിലുണ്ട്. സാർ നമസ്കാരം. സിജോ സാറെല്ലാം പറഞ്ഞിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഒരുമിച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ എന്നാ നാട്ടിലേക്ക് വരുന്നത്? സാറേ, എനിക്ക് ജീവനി കൊതിയുണ്ട് സാറേ. നിങ്ങൾ ആ ക്രിമിനലിനെ പിടിക്കുന്നത് വരെ ഞാൻ എന്തായാലും ഇവിടെ തന്നെ നിൽക്കാമെന്ന് കരുതുന്നു. ഒരു 5-6 മാസം മുമ്പ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് തന്നായിരുന്നു. അന്നാരും അതിനൊരു വിലയും കൽപ്പിച്ചില്ല. ഞാനുണ്ട് നാട്ടിലേക്കില്ല സാറേ. ഡോക്ടർ കട്ടാക്കി സാർ. 6 മാസം മുമ്പ് പരാതിയോ? സോ ഇയാൾ അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ തൻ്റെ വീടിന് നേരെ രാത്രി ആരോ കല്ലെറിഞ്ഞെന്നും പറഞ്ഞ് പരാതിപ്പെട്ടിരുന്നു. ഇതതിൻ്റെ എഫ്ഐആറിൻ്റെ കോപ്പിയാണ്. അപ്പോൾ എങ്ങനെ പറഞ്ഞ പോലെ നാളെ ഈവനിങ് തന്നെ അങ്ങ് ഓപ്പറേറ്റ് ചെയ്താലോ? സിസ്റ്റർ, NPO ആഫ്റ്റർ 10 അല്ലേ? യെസ് ഡോക്ടർ. അപ്പം ഡോക്ടർ സാധാരണ പോലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കഴിച്ചോ. ആഫ്റ്റർനൂൺ നമുക്ക് പ്രീഒപിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എല്ലാം നീ മുറ പോലെ അങ്ങ് ചെയ്താൽ മതി. എൻ്റെ ഇവിടെ ആരും ഉണ്ടാവില്ല. ചെറിയ പരിപാടി ആയതുകൊണ്ട് വൈഫിൻ്റെ അടുത്ത് കൂടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ നോക്കിയോളാം. ഏതായാലും ഇതിൻ്റെ പേര് ഡോക്ടറിൻ്റെ അടുത്ത ആഴ്ചത്തെ പുസ്തക പ്രകാശന ചടങ്ങൊന്നും മാറ്റി വെക്കേണ്ടി വരത്തില്ല കേട്ടോ. താങ്ക് യു സലാം. ഓക്കെ. എബ്രഹാം ഹോസ്ലർ, ACP തൃശ്ശൂർ. ഡോക്ടറുടെ ഫോൺ ഇവിടെ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. ഞാനിപ്പോൾ സർവീസിലില്ലല്ലോ. അൺനോൺ കോൾസ് ഒന്നും എടുക്കാറില്ല. ഓ, വാട്ട്സ് ദ മാറ്റർ? ഡോക്ടർ, ദർ ഇസ് എ ത്രെറ്റ് ടു യുവർ ലൈഫ്. നമ്മുടെ ജോലിയിൽ അതൊക്കെ എപ്പോഴും ഉള്ളതല്ലേ ഹോസ്ലർ? ഐ നോ ദാറ്റ്, ബട്ട് ദിസ് ഇസ് സംതിങ് പേഴ്സണൽ. ബർത്ത്ഡേ കില്ലറിൻ്റെ അടുത്ത ഇര ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഓ, ഐ സി. സാറ് വൈ മീ എന്ന് ചോദിച്ചില്ല. ഒട്ടും സർപ്രൈസ്ഡ് ആയുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിക്കേണ്ടവരല്ലേ? എനിത്തിങ് ക്യാൻ ഹാപ്പൻ ടു എനി വൺ എനി ടൈം അല്ലേ? എല്ലാവർക്കും ഒരേ മറുപടികൾ.
അതുകൊണ്ട് തന്നെ കൃഷ്ണദാസിനെ അറിയോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. Am I right, ഡോക്ടർ? ഓക്കെ ഡോക്ടർ, യു ക്യാരി ഓൺ. സർജറി മുടക്കണ്ട. ഞങ്ങളുടെ ആളുകൾ കാവലായിട്ട് കൂടെ തന്നെ ഉണ്ടാവും. സർ, He is a dead man walking. He knows that. സേവി പറ. സെൽവ, ഞാൻ ഫോൺ എടുക്കാത്തതുകൊണ്ട് ആസ്ലർ നേരിട്ടെത്തി. അടുത്തത് ഞാനാണെന്ന് പറഞ്ഞു. ശിവകുമാർ എവിടെ? വിളിച്ചിട്ട് കിട്ടിയില്ല. അലക്സാണ്ടർ. അവൻ ദുബായ് തന്നെ ഉണ്ട്. ശിവകുമാർ ഞാൻ വിളിച്ചോളാം. നീ സർജറിക്ക് റെഡി ആയിക്കോ. ഓസ്ലറാ, അയാൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വരുന്നുണ്ടെന്നോ? സാറേ, ഞാൻ അടുക്കളയിൽ നിന്ന് വന്ന് നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. കാറും ഇല്ല. മൊബൈൽ ഇവിടെ വെച്ചിട്ടാ പോയത്. ആരെ വിളിക്കും, എവിടെ അന്വേഷിക്കും, ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഈ സുഹൃത്തുക്കളോടോ പിന്നെ അദ്ദേഹം പോകാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ അന്വേഷിച്ചില്ലേ? എല്ലായിടത്തും അന്വേഷിച്ചു സാറേ. രാഘവ, മര്യാദയ്ക്ക് സത്യം പറയടാ. എനിക്കൊന്നും ഓർമ്മയില്ല സാറേ. പ്രായം കുറേ ആയില്ലേ സാറേ. എനിക്കറിയാവുന്ന കാര്യമാണ് പറയണതിൽ എന്താ വിരോധം സാറേ? മരിച്ചുപോയ കൂട്ടത്തിൽ എൻ്റെ മോനുമില്ല സാറേ. രാഘവൻ ചേട്ടാ, ചേട്ടന്റെ മകനെ കൊന്നവരെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ചേട്ടൻ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു മെഡിക്കൽ കോളേജിൽ പോയിട്ട് എനിക്ക് ഓർമ്മയില്ല സാറേ. എന്റെ തൃപ്പങ്ങാട്ട് ഭഗവതി തന്നെ സത്യം. എനിക്ക് ഒന്നും ഓർമ്മയില്ല സാറേ. സത്യം. നിർത്തടാ. സിജോ, ഇവ മറന്നുപോയതാണെങ്കിലും അല്ലെങ്കിലും 1989 ഇവൻ എന്ത് ചെയ്യായിരുന്നു എന്നുള്ളത് എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. എന്തായാലും കൃഷ്ണദാസിന്റെ സർജറി നടന്ന ടൈമിൽ ഡോക്ടർ അലക്സാണ്ടറും സേവി പുന്നൂസും സെൽവരാജൊക്കെ അവിടെ PG സ്റ്റുഡൻസ് ആയിട്ടുണ്ടായിരുന്നു. യു നോ വാട്ട് ദാറ്റ് മീൻസ്. കൃഷ്ണദാസിന്റെ സർജറിയിൽ ഇവരെ 3 പേരും അസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ സർ? ബട്ട് രാഘവൻ, കൃഷ്ണദാസിനെ കിട്ടണം. എങ്കിൽ മാത്രമാണ് ഈ കുരുക്ക് പൂർണ്ണമായിട്ട് അഴിക്കാൻ പറ്റൂ. സാർ, അലക്സാണ്ടർ വീട്ടിലെത്തിയിട്ടുണ്ട്. അയൽക്കാരൻ ലോക്കൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞതാ. അയാളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഡോക്ടർ, വൈ ഡിഡ് യു കം ബാക്ക്? ഞാൻ ഓടി മടുത്തു. എനിക്കിനി വയ്യ. നിങ്ങളിങ്ങോട്ട് നേരിട്ട് വാ, ഞാനെല്ലാം പറയാം. ഐ തിങ്ക് യു ഡിസേർവ് ടു നോ.